എന്തെങ്കിലും വരട്ടെ, നല്ല കാര്യം. എന്താ എതിരാളി വന്നാലേ മത്സരത്തിനൊരു ഇതിപ്പോഴേ നമ്മളൊക്കെ കാണുന്ന കാഴ്ച പിണറായിനെതിരെ വലിയ പോരാട്ടം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം UDF ആയി ചർച്ച നടത്തുന്നു. അതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, നിലമ്പൂർ ചേലക്കര മത്സരിക്കുന്നു, പാലക്കാട്, അങ്ങനെ വലിയ ചർച്ചയൊക്കെ നടത്തി ഏറ്റവും അവസാനം കേവലം അൻവറും കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്ക് മാത്രമായി മാറി. ചർച്ച അതിലേക്ക് മാത്രം ചുരുങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അത് ഞങ്ങളല്ലല്ലോ ചർച്ച നടത്തുന്നത്, നിങ്ങളല്ലേ ചർച്ച ആ രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളാരും അങ്ങനത്തെ ഞങ്ങൾ പൊളിറ്റിക്സിൽ ഇലക്ഷൻ പറയും. സമവായം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഇതിന് മുൻപ് കഴിഞ്ഞില്ല? അദ്ദേഹം പറയുന്നത് ഇതിന് മുൻപ് എന്നത് പ്രശ്നം പരിഹരിക്കില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ച ഇലക്ഷൻ ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇന്നിപ്പോൾ TV തന്നെ നിലമ്പൂരിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇന്ന് അറ്റൻഷൻ കൊടുക്കുന്ന എന്താ? ഈ പേമാരി, ഉരുൾപൊട്ടൽ, ട്രെയിനുകളൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇതിലേറെ പ്രശ്നമാണ് നിലമ്പൂര് പല ഭാഗങ്ങളിലും വെള്ളം കയറി, ശക്തമായുള്ള മഴയാണ്. അവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ ഇലക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ ഈ ഒരു പ്രശ്നവുമില്ല. അൻവറിന് കൊടുത്തിട്ടുള്ള വാക്കുകൾക്കൊന്നും ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയില്ല. പക്ഷെ അതിന് ശേഷം ഉണ്ടായ അൻവറിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിലെ തകരാറുകൾ അദ്ദേഹം തന്നെ പരിഹരിച്ചാൽ മതി. ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുത്തൊരു നേതാവ് എന്ന രീതിക്ക് ചോദിക്കുകയാണ്, അതായത് അൻവർ ഈ തെറ്റുകളെല്ലാം തിരുത്തി UDF-നൊപ്പം വരും എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് ഇപ്പോഴെൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് UDF ആയിട്ട് സഹകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കേരള TMC UDF ആയിട്ട് മുന്നണിയിലാവുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം ഉണ്ടാവും. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് കാര്യം പറഞ്ഞല്ലോ. ഇനി ആ കാര്യത്തിൽ കുറിച്ചൊരു സംശയത്തിന് അവകാശമില്ല.